ചൂടുള്ള സമയത്ത് ശരിക്കും 14,500 രൂപയുടെ ബില്ല് വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു സോളാറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എല്ലാം സോളാർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ചാർജായ 260 രൂപയെ വരുന്നുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് സജിൽ എന്നാണ്. ഞാൻ എറണാകുളത്ത് ചെറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് സാധാരണഗതിയിൽ ഒരു 14,500 രൂപ വരെയുള്ള ഒരു കറണ്ട് ബില്ലാണ് വന്നുകൊണ്ടിരുന്നത്. ചൂടുള്ള സമയത്ത് ശരിക്കും 14,500 രൂപയുടെ ബില്ല് വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു സോളാറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന ഒരു മകൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫാദർ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അറിയുകയും ഞാൻ അവരെ സമീപിക്കുകയും ചെയ്തിരുന്നു സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. സിഗ്നറ്റ് ഐഡിയിൽ ജോജോ എന്ന് പറയുന്ന മകൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ വരികയും അവർ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അതുകൂടാണ്ട് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. എല്ലാം സോളാർ ഫിറ്റ് ചെയ്തതിന് ശേഷം 14,500 രൂപ ടോപ്പ് ബില്ല് വന്ന എനിക്ക് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ചാർജായ 260 രൂപയെ വരുന്നുള്ളൂ. അതുമാത്രമല്ല, അന്ന് ഉപയോഗിച്ചിരുന്നതിൻ്റെ നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ടാണ് ഞാൻ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് ആ ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു 2 വീലർ ഉണ്ടായിരുന്നു ആക്റ്റീവ, അത് മാറ്റി ഞാൻ EV വെഹിക്കിളിലോട്ട് കൺവേർട്ടായി. എന്നിട്ടും ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ഒരു പ്രാവശ്യം പോലും എനിക്ക് KSEB വിസിറ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ പറഞ്ഞ 1-2 പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാം ഇപ്പോൾ സബ്സിഡിയുടെ കാര്യമായാലും ടൈം ടു ടൈം എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം അവരുടെ സ്റ്റാഫ് ഇൻസ്ട്രക്റ്റ് ചെയ്യും. അതനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ തന്നെയാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒട്ടും കറണ്ട് ബില്ല് വരണ്ടില്ല. അപ്പോൾ ഞാൻ സിഗ്നറ്റ് ഐഡിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്.